ചാനലിൽ എത്ര പറഞ്ഞോ. അല്ല, ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ എമ്പുരാനാണ് ചർച്ച വിഷയം. അപ്പോൾ എമ്പുരാൻ മിക്സ്ഡ് റിവ്യൂ ആണ് വന്നത്. അതിൽ സായിയുടെ റിവ്യൂ നല്ല പോസിറ്റീവാണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിലൊരു ചർച്ചയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമൊക്കെ ഉള്ളൊരു ഇപ്പം പാർട്ടിയുടെ പരമാണെങ്കിലും ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സായിക്ക് എന്തെങ്കിലും ഭീഷണികൾ അങ്ങനെ എന്തെങ്കിലും വന്നോ? എനിക്ക് സ്ഥിരം വരുന്ന കൂട്ടത്തിൽ ഇതും കൂടി ആഡായി അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലി എനിക്കുള്ളതാണ്. കൂട്ടത്തിൽ കുറച്ച് സംഖ്യകൾ കൂടി കയറി വന്നു. ഒരു വർഷം 1.5 വർഷം മുമ്പുള്ള സംഖ്യകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഇപ്പോൾ. അത് ഞാൻ തുറന്നു പറയാം. എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ വിമർശിച്ചാലും കോൺഗ്രസ്സുകാരെ വിമർശിച്ചാലും അവരൊക്കെ വിമർശിക്കുന്ന സമയത്ത് അവർ തിരിച്ചു തരുന്ന റിപ്ലൈ ഉണ്ട്. അതൊരു മാതിരി വൃത്തിയുടെ സാധനമാണ്. അത് ആ സമയത്തും സംഘപരിവാറിൻ്റെ ആൾക്കാരെ നമ്മൾ വിമർശിക്കുമ്പോൾ അവർ വളരെ മാന്യമായിട്ട് നമുക്ക് തിരിച്ച് റിപ്ലൈ വന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ഫോർമാറ്റിനൊക്കെ അവർ മാറി. ഇപ്പോഴത്തെ അവർ റിപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം അതിന് റിപ്ലൈ ചെയ്ത്. ഇപ്പോൾ ലൂസിഫറിൽ തന്നെ ഇന്ദ്രിയത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിലും ഇപ്പോൾ സിനിമാക്കാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഏറ്റെടുക്കാൻ ന്യൂസുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഉണ്ടാകും. പക്ഷേ ഒരു പാർട്ടിക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ആരും ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ന്യൂസുകാർ അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യുന്നില്ലെന്ന്. അപ്പം സായിക്ക് അതിനെപ്പറ്റിയുള്ളൊരു അഭിപ്രായം? ഇവിടെ ആരെന്ത് ചെയ്താലും ചർച്ചയാവുന്നുണ്ട്. എൻ്റെ ഒത്തിടെ ഏറ്റവും കൂടുതൽ ട്രാക്ഷനുള്ള കോണ്ടന്റ് കയറിപ്പോകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാക്ഷനുള്ള കോണ്ടന്റ് എമ്പുരാനാണ് കഴിഞ്ഞൊരു 5-6 ദിവസമായിട്ട്. അപ്പോൾ അത് എല്ലാവർക്കും ചർച്ചയാവും. അല്ലാതെ ഇവിടെ ഇന്ന ചർച്ചയില്ല അങ്ങനെയൊന്നുമില്ല. മീഡിയേൻ്റെ കാര്യങ്ങൾ മാത്രമേ ചർച്ചയാവത്തുള്ളൂ. 24/7 സാറ്റലൈറ്റ് ചാനലിൽ ഉണ്ടെങ്കിൽ നടന്നു കഴിഞ്ഞാൽ അത് ചർച്ചയാവില്ല. അത്രയേ ഉള്ളൂ. അല്ലാത്ത പക്ഷം രാഷ്ട്രീയക്കാരെ കാണിച്ചാലും ഇൻഫ്ലുവൻസർ കാണിച്ചാലും പൊളിറ്റീഷ്യൻ കാണിച്ചാലും ഒക്കെ ചർച്ച ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ താങ്ക്സ് കാർഡ് പടത്തിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ ഉള്ളൊരു പ്രതികരണം. അങ്ങേര് എത്ര സിനിമയിൽ എന്തൊക്കെ റോളുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പഴയ സിനിമകളൊക്കെ എടുത്തുകൊണ്ട് ഇതിലും വലിയ വിമർശനങ്ങളുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ അങ്ങേര് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ അങ്ങേരിപ്പോൾ വന്നിരുന്നിട്ട് ചുമ്മാ ഇതിനകത്ത് അതിൻ്റെ ഇതിൻ്റെ ഇത് ഡ്രാമയാണെന്നൊക്കെ പറയുമ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അങ്ങേര് ചെയ്ത സിനിമയുള്ള ചാരിറ്റിയാണ്. അല്ല, അത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ചുമ്മാ അങ്ങേര് ഞാൻ പറഞ്ഞല്ലോ, അങ്ങേർക്ക് ആ തൃശ്ശൂർ കിട്ടിയതിന് ശേഷം അങ്ങേരെ കിളി പറയുന്നുണ്ടോന്ന്. അത് ലിറ്ററലി എനിക്ക് അത് തോന്നുന്നു സത്യം. കാരണം അങ്ങേര് കാണിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളെക്കാൾ നല്ലതാണ് ഈ സിനിമാക്കാർ കാണിക്കുന്ന പരിപാടികൾ. പെരുന്നാളായ അങ്ങേര് പള്ളിയിൽ കയറി പോകും. ഇത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ക്രിസ്ത്യൻ പള്ളിയിൽ പോയി. എനിക്ക് അങ്ങേരെ പറ്റിച്ചാൽ തോന്നുന്നുണ്ടോ? പൃഥ്വിരാജും മറ്റേ ഇവരെല്ലാവരും കൂടിയിട്ട് ഇത് കഥ കേൾപ്പിക്കാൻ ചെന്ന സമയത്ത് എമ്പുരാൻ എന്ന് പറയുമ്പോൾ അങ്ങേര് തമ്പുരാന്ന് കേട്ടിട്ടുണ്ട്. അങ്ങേര് ആ മൂടാണല്ലോ ഇഷ്ടം, തമ്പുരാൻ മൂട്. പൃഥ്വിരാജിൻ്റെ ഈ കേരളം വിട്ടിട്ട് തമിഴ്നാട്ടിലൊക്കെ പോസ്റ്ററും എല്ലാം പൃഥ്വിരാജ് മോഹൻലാൽ അവരുടെ എല്ലാവരുടെയും പോസ്റ്ററൊക്കെ കത്തിക്കുന്നതാണ് വീഡിയോസൊക്കെ. മലയാളികളെ പറ്റാത്തതുകൊണ്ടാണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂ ഇതിനകത്ത് ആരും എസ്കലേറ്റ് ചെയ്തിട്ടില്ല. അത് ഞാനും ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യം പറയാം. ഈ സിനിമേനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂസ് എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സാധനം ഡ്രോപ്പ് ചെയ്ത് വിടും. പക്ഷേ ഇതിനകത്ത് അത്രയും സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ മലയാളികളെ കൊണ്ട് അത് എൻഡോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മിസ്റ്റേക്കാണ്. പിന്നെ അവരവരെ പ്രശ്നത്തിനാണ് സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഈ സാധനം എടുത്ത് പിടിച്ച് നാളെ ആ ഡാം എന്ത് ചെയ്യുക, നമ്മൾ ഡീകമ്മീഷൻ ചെയ്യണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം മുട്ടും. അപ്പോൾ അവരതിനുള്ള ഫൈറ്റ് അവർ ചെയ്യും. അവരെ ചെയ്യാതിരിക്കില്ല. നമ്മൾ മലയാളികൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ നിലനിൽപ്പ് നമുക്കില്ലല്ലോ. നമുക്ക് അപ്പുറത്തുള്ള നന്നാവരുതെന്നാണ്. ഈ മലയാളികൾ അപ്പുറത്തുള്ള നന്നാവരുതെന്നുള്ള മൂഡിലാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? ഞാൻ ഈ പ്രശ്നം ആരും ഡിസ്കസ് ചെയ്യാത്തതെന്ന് വിചാരിച്ചു. ആ സിനിമയ്ക്കകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഈ കാര്യമാണ്. അത് എൻഡോസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ ഇപ്പം ഈ രാജമൗലിയുടെ പോസ്റ്റിലടക്കം ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നത് പൃഥ്വിരാജ് ഒരു വർഗീയവാദിയാണ്, അത് അയാളെ സിനിമയിൽ നിന്നൊക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പൃഥ്വിരാജിനെതിരെ ഇത്രത്തോളം ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നത്? ഇല്ല, അത് ഈ സംഘപരിവാറിന് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ IT ഒരു ബാക്കപ്പ് ഉള്ളതാണ് അവർക്കാണ്. സംഘപരിവാറിനുള്ള അത്ര ഒരു IT ബാക്കപ്പ് ഇവിടെ ആർക്കും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു 1.5 കൊല്ലം മുന്നേ അവർ ഉണ്ടായിരുന്ന വെറുതെ ഒരു പാറ്റേണിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടി അഗ്രസീവാണ്. അവർ ഭയങ്കര പ്രൊവോക്കിംഗ് ആണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി അങ്ങോട്ട് എത്ര പ്രൊവോക്ക് ചെയ്തിട്ടും വളരെ ഒരു മാന്യമായ രീതിയിൽ സംസാരിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ അവർ ഭയങ്കരമായ ഭീഷണി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്തുമ്പോൾ ഭയങ്കര സീനാണ് അവർ. ഇത് പണ്ടത്തെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു IT സെല്ല് ഇതേപോലെ പ്രവർത്തിച്ചിരുന്നു കുറച്ച് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്. അവർ ഭയങ്കര അഗ്രസീവായിട്ട് എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞാലും അവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഭയങ്കര നമുക്കൊരു മോശമായ രീതിയിലുള്ള കമൻസ് ഇടും. നമ്മൾ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവരൊതുങ്ങി, ഇവന്മാർ കയറി. അതാണെങ്കിൽ സത്യം. ഇതിൻ്റെ ഒരു എൻഡ് എങ്ങനെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്തെന്താ ആൻ്റണി പെരുമാളിനും പൈസ കിട്ടും, ഗോപാലിനും പൈസ കിട്ടും, എനിക്ക് പൈസ കിട്ടും, നാട്ടിലെ ന്യൂസ് ചാനലിന് കിട്ടും, നിങ്ങൾക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇതൊന്നും അറിയാതെ തമ്മിലടിക്കുന്ന ഈ മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി തമ്മിലടിക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടും? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, മോണിറ്റൈസേഷൻ ഓണാണ്, എനിക്ക് പൈസ കിട്ടും.
ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേജർ കണ്ടന്റ് 10 വീഡിയോ ഇട്ടെങ്കിൽ 8 വീഡിയോ എമ്പുരാൻ. റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ എടുത്തു പോയിക്കും 100 വീഡിയോ ഉണ്ടെങ്കിൽ 98 വീഡിയോ എമ്പുരാനാണ്. എല്ലാ ചാനലും അങ്ങനെയാണ്. അപ്പോൾ ഈ സംഗതി ഇത് വിറ്റ് എല്ലാവരും കാശാക്കിയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ കുറേ രാഷ്ട്രീയക്കാർ തമ്മിലടിച്ചിട്ട് അണികൾ തമ്മിലടിച്ചാൽ അവരുടെ പ്രശ്നം. പിന്നെ ഈ മലയാളം സിനിമ ഉണ്ടല്ലോ, മാർക്കോ വന്നപ്പോഴത്തേക്ക് വയലൻസ് കൂടുതൽ കാണിച്ചിട്ട് അത് യുവജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ എമ്പുരാൻ വന്നപ്പം പൊളിറ്റിക്കലി യുവതലമുറകൾക്ക് ഒരുപാട് അത് ഇൻജക്റ്റ് ചെയ്യുന്ന കണക്കത്തുള്ള ഒരു മൂവിയൊക്കെ ആണെന്നൊക്കെ ഒരു പർട്ടിക്കുലറായിട്ട് കുറച്ച് ആൾക്കാർ പറയുന്നത്. അതങ്ങനെ ഒരു മലയാള സിനിമയെ അങ്ങനെ ഒരു ഇപ്പോൾ സിനിമയിൽ പൊളിറ്റിക്സ് കാണിക്കാൻ പാടില്ല എന്നല്ലല്ലോ, സിനിമയിൽ പൊളിറ്റിക്സ് കാണിക്കണം. ഇതിൽ കാണിച്ച പൊളിറ്റിക്സ് ഉണ്ട്. ഇത് എല്ലാവരും പറയുന്നു ഹിസ്റ്ററിയാണ് കാണിച്ചത്. ചിലർ പറയുന്നു അതാണ് സത്യം, ചിലർ പറയുന്നു അതല്ല സത്യം. ശരിക്കും ആ ഒരു ഇൻസിഡൻറ്റിന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. കത്തിച്ചതാണോ കത്തിയതാണോ എന്നൊരു ക്ലാരിറ്റി ഇല്ല. അവരവിടെ അന്വേഷണ കമ്മീഷൻ തന്നെ അങ്ങോട്ട് കൊണ്ട് ഉൾട്ടടിച്ചിട്ടാണ് പോകുന്നത്. അന്വേഷിച്ച ആളുകളൊന്നും പറയുന്നു, അന്വേഷണ കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ടിൽ വേറെ വരുന്നു. ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ പൃഥ്വിരാജ് സിനിമ എടുത്ത സമയത്ത് അങ്ങനെ ഡെഫിനറ്റ്ലി അയാൾക്കൊരു ഡെഫിനേഷൻ വെച്ച് പറയാൻ പറ്റും. പൃഥ്വിരാജ് ഒരു സിനിമ എടുക്കുന്നു, ഈ ഇൻസിഡൻറ്റ് പറയുന്നു, ഈ ഇൻസിഡൻറ്റ് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഇല്ല, ക്ലാരിറ്റി ഇല്ലാതെ തന്നെയാണ് ആ കാര്യം പറയാൻ പറ്റും. ആ സിനിമയ്ക്കകത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാതെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ചോദിച്ചൊരു ചോദ്യം, അതായത് പൊളിറ്റിക്സ് വേണ്ടേ ആളുകളിലേക്ക് എത്തണ്ടേ? ഡെഫിനറ്റ്ലി പൊളിറ്റിക്സ് വരണ്ടേ? പൊളിറ്റിക്സ് ഇല്ലാതെ എന്ത് കാര്യം? ഇപ്പോൾ എല്ലാ സിനിമയും പച്ചപ്പും ഹരിതാപിയും കാണിച്ചിട്ട് നാട്ടിലെ ഈ നന്മ നടന്ന അല്ല, പർട്ടിക്കുലറായിട്ട് ഈ മലയാളം മൂവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ തോന്നുന്നില്ലേ? മൂവിനെ മാത്രമല്ല, എല്ലാ സിനിമയും ടാർഗറ്റ് ചെയ്തില്ല. ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് കുറേ സംഭവങ്ങൾ നോർമലി നടന്നപ്പോഴത്തേക്ക് എല്ലാം മൂവി റെഫറൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ പറയുന്ന പരിപാടി. ദൃശ്യം ഇറങ്ങിയ സമയത്ത് ദൃശ്യം മോഡൽ കൊലപാതകം, മാർക്കോ ഇറങ്ങിയപ്പോൾ പിന്നെ മാർക്കോ മോഡൽ തല്ലുമാല ഇറങ്ങിയപ്പോൾ തല്ലുമാല. ഇപ്പോൾ ഈ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന പോലെ അതിനെപ്പറ്റി ആരും ഈ പറയുന്ന പോലെ കോൺട്രവേഴ്സി ഉണ്ടായെങ്കിലും സിനിമയിലെ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യാനൊന്നും നല്ല രീതിയിൽ ആ സിനിമയ്ക്കെതിരെ എന്തുണ്ട് ശക്തമായ ക്യാമ്പയിനിങ് കേരളത്തിലാണ്. പക്ഷെ കട്ട് ചെയ്യേണ്ട വന്നില്ല ഒരു സിനിമയിൽ. ചെയ്തത് ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ടോ? ഫാസിസത്തിൻ്റെ പുതിയ മുഖം അതാണ്. അത് റൈറ്റ് വിങ് ഫാസിസം ആണെങ്കിലും ലെഫ്റ്റ് വിങ് ഫാസിസം ആണെന്നുണ്ടെങ്കിലും ഇവിടെ പ്രത്യക്ഷത്തിലൊരു നേതാവ് എന്ന് പറയണമെന്നില്ല ഇത് കട്ട് ചെയ്യണം എന്നുള്ള ഒരു നേതാവ് പറയേണ്ട ആവശ്യമില്ല. സിസ്റ്റം റൺ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം റൈറ്റ് വിങ് ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി, ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതേപോലെ അഗ്നിപഥ് വന്ന സമയത്ത് നമ്മളെല്ലാം വീഡിയോ ഇട്ട സമയത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. നമ്മളത് സഫർ ചെയ്യുന്നതാണ്. അതായത് ഒന്നും വേണ്ടത് ഈ BBC ഒരു ഡോക്യുമെൻ്ററി പോലെ ഇറങ്ങാൻ സംഭവിക്കുന്നത് അതുവരെ അവരെന്ത് ചെയ്തു, ബാൻ ചെയ്ത് കളഞ്ഞു. സോ ഒരു ഫാസിസത്തിൻ്റെ ഒരു പുതിയ ഫേസാണ്. അവർ സമ്മതിക്കില്ല. അവർക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു മന്ത്രി വന്ന് പറയണമെന്നോ ഒരു പ്രൈം മിനിസ്റ്റർ വന്നോ അതൊന്നുമില്ല. സിസ്റ്റം റൺസ് ലൈക്ക് ദിസ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യാൻ പറ്റും? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. എല്ലായിടത്തും സെൻസറിങ്ങാണ്. എല്ലാവരും സിനിമയുടെ സെൻസറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മീഡിയയിൽ എന്താ സെൻസറിങ് ഇല്ല? യൂട്യൂബിൽ സെൻസറിങ് എല്ലായിടത്തും സെൻസറിങ് ഉണ്ട്. ഇത് അത്ര എന്താ പറയുക ഈസി ആയിരിക്കില്ല ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് മുന്നോട്ട്. ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പോയി കഴിഞ്ഞത്. പിന്നെ ഒരു ഇതേപോലെ കോർണർ ചെയ്യും ഈ മൂവി ഇറങ്ങിയിട്ട് ആ ഒരു ടീമിനെ എല്ലാവരും കോർണർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ ഒരു പോസ്റ്റോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ആരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. അതൊരു ഇതായിട്ട് തോന്നില്ല കേട്ടോ. ഈ നിലപാടും നിലനിൽക്കാനുള്ള കഷ്ടപ്പാടും ഉണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. സിനിമയിലുള്ളവർക്ക് നിലനിന്നല്ലേ പറ്റും. നിലപാട് പറഞ്ഞിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? മോഹൻലാൽ, പൃഥ്വിരാജ്, ആൻ്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോകുലം ഗോപാലൻ ഇവരെങ്ങനെ മുന്നോട്ട് പോകും? നാളെ ലാലേട്ടൻ്റെ തുടരും ഇറങ്ങി ഹിറ്റായാൽ ലാലേട്ടൻ മാസമായി. പൃഥ്വിരാജിൻ്റെ അടുത്തൊരു മൂവി ഇറങ്ങി ഹിറ്റായാൽ പൃഥ്വിരാജ് മാസമായി. ഇത് കണ്ടുകൊണ്ട് ബാക്കി സിനിമയിൽ ഏതെങ്കിലും ഒരാൾ പ്രതികരിക്കാൻ വന്നാൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ, ആസിഫ് അലി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവരെ പേഴ്സണലി വിളിച്ചു എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു നടൻ വന്നിട്ട് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ ജോർജ് UDFനെതിരെ ആ സമരത്തിനെതിരെ പറഞ്ഞ സമയത്ത് ജോർജ് ജോർജിന് എന്താ സംഭവിച്ചത്? ഇപ്പോഴും ജോർജ് ജോർജിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് UDF വരെ ഇറങ്ങുന്നില്ല. അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇൻഡിവിജ്വലി നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ മീനിങ് പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ കണ്ണ് കാണുന്നൊരു സംഗതി പറയാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻസിഡൻറ്റിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഇൻഡിവിജ്വലി പോകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ശരിക്കും ഇറങ്ങേണ്ട AMMA അസോസിയേഷൻ, ഫെഫ്ക, എത്രയോ ട്രേഡ് യൂണിയൻ അതും ഇതൊക്കെ വരുന്നുണ്ടല്ലോ. ഇവരാരും എന്തുകൊണ്ട് കൂട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നില്ല? ഇൻഡിവിജ്വൽസിന് പേടിയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നിലപാടുണ്ടാവും, പക്ഷെ നിലനിൽക്കാനുള്ള കഷ്ടപ്പാടുകൊണ്ട് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം. പിന്നെ പൃഥ്വിരാജ് ഒരു ക്ഷമാപണം നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും. എന്തിനാണ് ക്ഷമാപണം നടത്തേണ്ട ആവശ്യം? അതുകൂടി പറയണം. എന്ത് കാര്യത്തിന് പോലും ക്ഷമാപണം
അങ്ങനെ ക്ഷമാപണം നടത്താൻ ഇന്നലെ ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളായിട്ട് വെട്ടിക്കളഞ്ഞത്. സീറോ മലബാർ സഭ ഇന്ന് വന്ന് പറയുന്നു അവർക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത്. നാളെ ഇതിൽ ക്രിസ്തീയ ചിഹ്നങ്ങൾ ഒരു വെട്ടിക്കളയൂ. തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നം ഉണ്ടാകും, ആ സീൻ ഒരു വെട്ടിക്കളയൂ. അതൊക്കെ ഡിപ്ലോമാറ്റിക് ലൈനാണ്. പേടിച്ചിട്ടാണെങ്കിൽ പേടിച്ചിട്ടാണെന്ന് പറയാനുള്ള ഗട്ട്സുമാണ്. അല്ലാതെ ഇത് ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് വെട്ടി ആരും ഞങ്ങൾക്ക് വിഷമിപ്പിക്കാൻ താല്പര്യം അല്ലെങ്കിൽ സിനിമ എടുക്കപ്പെടും. അത്രേ ഉള്ളൂ സംഗതി. ഇത് എനിക്ക് അവിടെയൊക്കെയാണ് ആ ടീമിനോട് ലേശം എന്തുള്ളത്. ഇപ്പോൾ മുരളി ഗോപിയാണെങ്കിലും പൃഥ്വിരാജാണെങ്കിലും വന്നിട്ട് പറയും ഇത് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ നാട്ടിലുള്ള ആളുകളൊന്നും വിശ്വാസമില്ല, പ്രേക്ഷകർ വിശ്വാസമില്ലെന്ന് എനിക്ക് ചോദിക്കാണ്. പൃഥ്വിരാജ് ഒരു പോസ്റ്റിലാണ് ഇതെൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആരെങ്കിലും എതിർക്കുന്നുള്ളത്? ഇല്ല. രാഷ്ട്രീയം തലയ്ക്ക് വെച്ച് കിടക്കുന്ന കുറച്ച് എന്താ പറയുക എക്സ്ട്രീമിസ്റ്റുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എതിർക്കുന്നുണ്ടാവും. ഇവിടെ ന്യൂട്രൽ ഓഡിയൻസാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണുന്നത്, സിനിമ കാണുന്നത്. പൊളിറ്റിക്സ് ഇല്ലാതെ ഒരു മൈൽഡ് പൊളിറ്റിക്സ് കൊണ്ട് നടക്കുന്നതല്ലേ ജനങ്ങൾ. ഇപ്പോൾ വോട്ടിംഗ് എടുത്ത് നോക്കിയാലും ഒരു പാർട്ടി ലീനിയേഴ്സ് ഇല്ലാതെ ഒരു മോഡറേറ്റ് ആയിട്ട് പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഒരാൾ കാര്യം പോലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കപ്പ് കൊടുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇവർ പുറത്ത് വരുന്നില്ല എന്നുള്ളത് അൺഫോർച്ചുനേറ്റാണ്. അവസാനമായിട്ട് ഇപ്പം എമ്പുരാൻ ഇറങ്ങി മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് വന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. സായിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടെന്നുള്ള റിവ്യൂ ആണ് വന്നത്. ഇപ്പോൾ കോക്കിൻ്റെയൊക്കെ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വൾഗറായി പോയെന്ന് തോന്നുന്നുണ്ട്. കാരണം കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്, കുറച്ച് ആളുകൾക്കാണ് ഇഷ്ടപ്പെടാത്തത്. അപ്പം ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നവരുണ്ടായേക്കാം. അപ്പോൾ ഇത്തരത്തിൽ വൾഗറായിട്ട് ആ ഒരു റിവ്യൂ പറഞ്ഞത് ആ സിനിമയെ, കാരണം മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒരു പടമാണ്. അപ്പോൾ ആ ഒരു സിനിമയെ തന്നെ മൊത്തത്തിൽ ആ ഇൻഡസ്ട്രി തന്നെ മൊത്തത്തിൽ താഴ്ത്തി കിട്ടുന്ന പോലെ ആയിപ്പോത്തില്ല. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ എല്ലാവരും ആദ്യം പറയുന്നു മൂവി റിവ്യൂയിങ് ആണ്, മൂവി റിവ്യൂ ബോംബിംഗ് ആണ് നടക്കുന്നത്, മൂവി റിവ്യൂ കാരണം പണം താഴുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, മൂവി റിവ്യൂ എന്നല്ല പ്രശ്നം, പേഴ്സണൽ പേഴ്സ്പെക്റ്റീവാണ്. അശ്വന്ത് ഗോപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അയാൾക്ക് ആ സിനിമയ്ക്ക് ആ രീതിയിലുള്ള താല്പര്യങ്ങൾ മീറ്റ് ചെയ്തില്ല. അയാളുടെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവാണ്. സ്പോയിലേഴ്സ് പറയുന്നത് ദാറ്റ്സ് എ ഡിഫറൻറ്റ്. അതിനോടിപ്പോൾ എനിക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും എനിക്ക് താല്പര്യമില്ല. ഇടയ്ക്ക് എൻ്റെ വായൊന്നും പോവാറില്ല. പക്ഷെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ പഠിക്കണം. അപ്പോൾ ഒരു എന്താ പറയുക സ്പോയിലേഴ്സ് വരാതെ എന്നാൽ സ്വയം ടേസ്റ്റ്. ഇപ്പോൾ നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയും ചില സിനിമകൾ. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ചിലപ്പോൾ മെജോറിറ്റി. ഇപ്പോൾ പൊന്മാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കായിട്ടില്ല, മെജോറിറ്റിക്ക് വർക്കായി, ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അത് വിചാരിച്ചിട്ട് ഒരാളെ കയറിപ്പാം. അശ്വന്ത് ഗോക്ക് അയാളുടെ അഭിപ്രായമാണ് പറഞ്ഞിട്ട് പോകുന്നത്. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, വേണ്ട, ഇഷ്ടപ്പെടണ്ട. പണ്ടത്തെ ഒരു കോക്കിനെയാണോ നിങ്ങളിപ്പോൾ കാണുന്നത്? ഒരു ബോഡി ഷെയ്മിങ് ഉണ്ട്, ഒരു ഡബിൾ മീനിങ് പറയുന്നുണ്ട്, ഒരാളെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, കോക്ക് മാറുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഇത് ഈ പറഞ്ഞ പോലെ കോക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ കോക്കിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ. കോക്കല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇനിയും സിനിമ കാണാനുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്, എമ്പുരാൻ കാണാനുള്ളത്? എമ്പുരാൻ എല്ലാവരും കാണും. ഇതിൻ്റെ പൊളിറ്റിക്സ് മാറ്റി വെച്ച് ഇതിനകത്ത് ഒരുപാട് കുറവുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ചിലർക്ക് പണം ഇഷ്ടമാവില്ല. പക്ഷെ എൻ്റെ ഒന്നിനെ ഞാൻ പറയുന്നത്, നമ്മൾ ഇൻഡസ്ട്രി നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എമ്പുരാനെ പോലുള്ളൊരു സിനിമ സക്സസ് ആയേ പറ്റും. ഇത് നമ്മൾക്ക് കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് അല്ല, മലയാളികൾ പുറത്തുള്ള ഓഡിയൻസിന് കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഒരു കന്നഡ ഫിലിം, ഒരു തമിഴ് ഫിലിം, തമിഴ്നാട്ടിലാണ് എമ്പുരാൻ ഇറങ്ങി ഇതേപോലെ സംഘപരിവാറിനൊരു പ്രശ്നം ഉണ്ടായി, അവരെന്താ ചെയ്യും? ഞാൻ ഉറപ്പ് പറയുന്നു, അവർ ജനങ്ങൾ അറിഞ്ഞ് എതിർക്കുമോ? ഇല്ലേ, വെട്ടാൻ അവർ സമ്മതിക്കുമോ? നമ്മളെ മലയാളികൾ അങ്ങനെയല്ല. അപ്പോൾ പൃഥ്വിരാജിൻ്റെ അമ്മ ഒന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പൃഥ്വിരാജിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരുന്നതും ഏറ്റവും കൂടുതൽ എതിർപ്പ് വരുന്നതും പിന്നൊന്ന് കുത്തി വരുന്നതും സിനിമ ഇൻഡസ്ട്രി, ഇതേ ഇൻഡസ്ട്രിക്കകത്തു നിന്നാണ്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് എനിക്കൊരു താല്പര്യമുണ്ട്. സിനിമ മലയാളികൾ എല്ലാവരും കാണും, റിഗാർഡ്ലെസ് ഓഫ് എന്താ പറയുക പൊളിറ്റിക്സോ എനിത്തിങ് റിലീജിയനൊക്കെ വെച്ച് നടക്കുന്നവരുണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് സിനിമ കാണുക. കാരണം ആ ക്രാഫ്റ്റ് അത്രയും അടിപൊളി ക്രാഫ്റ്റാണ്. അത്രയും പൈസ മുടക്കിയ ഒരു സിനിമ വരുമ്പോൾ ആ പൈസ മുടക്കിയതൊക്കെ പടത്തിൽ കാണാനുണ്ട്. ഇത്രയും നല്ല ഫ്രെയിംസ് ഒന്നും ഞാൻ അടുത്ത കാലത്ത് എവിടെയും കണ്ടിട്ടില്ല. ഒരുപാട് ഇൻ്റർനാഷണൽ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നാളെ നമുക്ക് തന്നെ മലയാളികൾക്ക് പുറത്തൊരു രാജ്യത്ത് ദിസ് ഈസ് അവർ മൂവി മലയാളം ഫിലിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടാലും വാവ് ഒടിച്ചിരിക്കുന്ന സാധനം നമ്മൾ തന്നെ പൊട്ടിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കെന്തോ പേഴ്സണലി അതിനോട് താല്പര്യമില്ല.